ഞാൻ രാഷ്ട്രീയമായ ആരോപണങ്ങളിലൂടെ മാത്രം ഈ മരണത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചർച്ചയിൽ അങ്ങനെ ഒരു ഡൈവേർഷനിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഹീനമായ രാഷ്ട്രീയമാണ് ഉപയോഗിക്കുന്നത്, ഹീനമായ രാഷ്ട്രീയം. എന്തേ രാത്രി ചാമക്കാലയുടെ പോസ്റ്റ് അങ്ങ് ഫേസ്ബുക്കിൽ നിന്ന് ഇല്ലാതായിപ്പോയി? ഈ പ്രകടനം കഴിഞ്ഞു, ശരി, നാട് വേദനയിൽ നിൽക്കുകയാണ്. ഒരു മകൻ്റെ വേർപാട്, അത് കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയായിക്കോട്ടെ, ലോകത്ത് എവിടെയായിക്കോട്ടെ, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വേർപാട്. എന്തേ ഗാസയിലെ കുഞ്ഞോമനകളുടെ വേദനകൾ നമ്മൾ ഏറ്റുപിടിക്കുന്നുണ്ട്, ലോകമെമ്പാടുമുള്ള വേദനകൾ നാം ഏറ്റുപിടിക്കുന്നുണ്ട്. ആ മകൻ്റെ മരണം, വേർപാട്, നമ്മളെല്ലാം പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവിടെ പ്രകടനം നടന്ന് സർക്കാർ സ്പോൺസേർഡ് എന്ന് നാടകം അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങളിട്ടൊരു പോസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ നേതാവ് ചാമക്കാലിട്ട പോസ്റ്റ്. എന്തേ ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിൽക്കാത്തത്? എന്തേ അദ്ദേഹം പിൻവലിച്ചത്? കട്ടൻ ചായ കുടിക്കാൻ പോയ രംഗുണ്ടല്ലോ, ഈ സോൺപേഡ് സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പറ്റുമോ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ? അതിനുശേഷം ഒരു കട്ടൻ ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കും ജനങ്ങൾ, പക്ഷേ അത് ആഹ്ലാദപൂർവ്വം കട്ടൻ ചായ കുടിക്കുന്നത് ഒരു ഗ്രൂപ്പായി, ഇതാ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന മട്ടിലല്ലേ ആ പോസ്റ്റ് വന്നത്? എന്തുണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ? എന്തേ പിൻവലിച്ചു? നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ എന്തിന് ചാമക്കാലത്ത് പിൻവലിച്ചു? ഇവിടെ വളരെ ഗൗരവപൂർവ്വം നാം കാണണം. വളരെ ഗൗരവപൂർവ്വത്തെ ഈ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ നാടകത്തെ നിങ്ങളുടെ നേതാക്കൾ തള്ളിപ്പറഞ്ഞില്ലേ? കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിച്ചോ? എല്ലാവരും നിങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിക്കാൻ തയ്യാറായോ? കോൺഗ്രസ് നേതാക്കന്മാർ, UDFന്റെ പ്രതിനിധി പറയട്ടെ, നിങ്ങൾ തയ്യാറായോ പ്രതികരിക്കാൻ? നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം രാഷ്ട്രീയ ലാഭമാക്കാം. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ ഇന്നലെ ചില മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ടായല്ലോ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഈ വനമേഖലയിലെ പ്രശ്നം, വന്യജീവി നമ്മുടെ മനുഷ്യ സംഘർഷം ഒരു പ്രധാന പ്രശ്നമായി നിങ്ങൾ ഉയർത്തുന്നുണ്ടോ? സമരം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം. എവിടേക്ക്? നമുക്ക് ഡൽഹിക്ക് പോവാം, സമരം ചെയ്യാം. നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നത് നിരന്തരമായ കേരളത്തിൻ്റെ ആവശ്യമാണ്. ഈ ജൂൺ മാസത്തിലുൾപ്പെടെ കേരളം കേന്ദ്രത്തിന് കത്തയച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന തീരുമാനം എന്താ? ഒരു മാറ്റവും ഇല്ല എന്നാണ്. കാറ്റഗറി പട്ടിക 2-ൽ നിന്ന് കാട്ടുപന്നിയെ മാറ്റില്ല എന്ന തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. കോൺഗ്രസ് ഒരക്ഷരമുണ്ടിയോ? നിങ്ങളെ പ്രതിഷേധം ഉണ്ടായോ? നിങ്ങൾ ഇടപെടൽ നടത്തിയോ? നിങ്ങൾ കേന്ദ്രത്തിനെതിരായി ഒരക്ഷരമുണ്ടിയോ? ഇന്നലെ നിങ്ങൾ നമുക്ക് ഒറ്റക്കെട്ടായില്ലേ ശബ്ദമുയർത്തേണ്ട കേന്ദ്രത്തിനെതിരായി? പക്ഷേ നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. പിന്നെ നിങ്ങൾ വനം മന്ത്രി പറഞ്ഞതിനെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. വനം മന്ത്രി പറഞ്ഞ സാഹചര്യം നിങ്ങൾ രാഷ്ട്രീയമായി ഗൂഢാലോചനയായി സ്പോൺസേഡ് സമരം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പട്ടിക പറയുന്നുണ്ടായി, കണക്കിൻ്റെ കാര്യം. 621.17 ലക്ഷം രൂപയാണ് ഈ മണ്ഡലത്തിൽ മാത്രം. നിങ്ങൾ നോക്ക്, കൃത്യമായ കണക്കിൽ ഞാൻ പറയാം. നിലമ്പൂരിൽ മാത്രം വനം വകുപ്പ് പ്രതിരോധ നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത്. കൃത്യമായി നമ്മുടെ സർക്കാർ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നിലമ്പൂരിലെ കണക്ക് തന്നെ ഞാൻ എടുക്കാം. വന്യജീവി ആക്രമണത്തെ തുടർന്ന് 2 ഡിവിഷനിലായിട്ട് 621.17 ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനം. 145.51 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വേലി, 46.90 കിലോമീറ്റർ സോളാർ തൂക്കുവേലി, 4.52 കിലോമീറ്റർ ദൂരത്തിൽ ആനക്കിടങ്ങ്, 2.37 കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ. ഇപ്പോൾ കിബിയുടെ പുതിയ പദ്ധതി ഇവിടെ ASI നിൽക്കുകയാണ്. 23.25 കിലോമീറ്ററിൽ നിലമ്പൂർ കാളിക്കാവ് റേഞ്ചിൽ സൗരോർജ തൂക്ക് മതിൽ വേലിക്ക് തീരുമാനമെടുത്തിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ചാനൽ മുറിയിൽ വന്ന് പറയരുത്. നേരത്തെ ഇതേ പഞ്ചായത്തിൽ നിങ്ങളുടെ പ്രവർത്തകൻ മരണപ്പെട്ടപ്പോൾ ഏത് മരണവും വേദനയാണ്, ഗൗരവമാണ്. ഇവിടെ ഉണ്ടായത് ഗൗരവമായ അന്വേഷണം. വിനീഷ് എന്ന് പറയുന്ന ആ വ്യക്തി ക്രൂരമായ കുറ്റകൃത്യമാണ് നിർവഹിച്ചത്. അതിനെ നമ്മൾ കുറ്റകൃത്യമല്ലാതായി കാണുന്നില്ല.